ടീ മോളെ. ഇത് മോൾക്ക് വേണ്ടിയുള്ളതാ. ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിന്. മോള് കട്ടി. ആദ്യം മോൾക്ക്. മോളെ, സത്യം പറഞ്ഞ നിന്റെ ഭാവി ഓർത്ത് ഞങ്ങൾ ഭയന്നിരുന്നു. നീ എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന കൺഫ്യൂഷനായിരുന്നു ഏട്ടന്. മോൾ എന്തോ ഒരു ട്രാപ്പിൽ പെട്ടിരുന്നു എന്ന് എനിക്കന്നേ തോന്നിയിരുന്നു. പക്ഷേ ഞാനത് പറഞ്ഞപ്പോ ഇവരാരും അത് വിശ്വസിച്ചില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയിലായിരുന്നു. മോളെ, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർക്കാ നമ്മളെ ചതിക്കാൻ എളുപ്പം. നിന്റെ ഭാഗത്തുനിന്ന് ഒരു ചതി ഉണ്ടായെന്ന് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. നീ അങ്ങനെ ചെയ്തെന്ന് ഞങ്ങളുടെ മനസ്സ് വിശ്വസിച്ചില്ല. എന്തായാലും അതൊക്കെ കഴിഞ്ഞില്ലേ? ഞങ്ങളുടെ അനിയത്തെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. അതെ, ഇപ്പോഴാ ഞങ്ങൾക്ക് സമാധാനമായത്. ഇപ്പോഴെങ്കിലും ഒന്ന് സമാധാനമായല്ലോ. എന്തായിരുന്നു ഇവിടുത്തെ പ്രകടനം? അപ്പോഴെങ്ങാനും എന്റെ പൊന്നനുമോളെ നിന്നെ ഇവരുടെ കൈ കിട്ടിയിരുന്നെങ്കിൽ. അതെ അതെ, എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? അങ്ങനെയൊന്നുമല്ല. അനു ഞങ്ങളെ ചതച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റാതെ എന്തൊക്കെയോ ആ ഒരു സങ്കടത്തിലങ്ങ് പറഞ്ഞു പോയതാ. ഇനി ഒരു സങ്കടവും വേണ്ട. ഈ സന്തോഷത്തിനിടയിലും ഒരു കുറവുണ്ട്. ഇപ്പൊ ധർമ്മമാമനും കൂടെ വേണമായിരുന്നു. മാമനില്ലാതെ ഒരു രസവും ഇല്ല. ഇപ്പൊ മാമൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെക്കാളും കൂടുതൽ സന്തോഷിക്കുന്നത് മാമനായിരിക്കും. അച്ഛാ, മാമൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അച്ഛൻ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. മാമൻ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം. നീ വിഷമിക്കേണ്ട മോളെ, അവൻ തിരിച്ചു വന്നോളും. അവന് നമ്മളില്ലാതെ പറ്റൂ. എനിക്ക് ഉറപ്പാ, ധർമ്മം തിരിച്ചു വരും. അനു, നിന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയതല്ലേ? പക്ഷേ നീ തിരിച്ചു വന്നില്ലേ? അതുപോലെ അവനും തിരിച്ചു വരും. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താ മീനു? അമ്മേ, അലോക് വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ എന്ത് ചെയ്യാനാ? ഇനി എന്തെങ്കിലും ചെയ്താലേ അവൻ വിവരം അറിയും. ഞങ്ങളുടെ കൈയുടെ ചൂടവൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളതാ. ഇനി അനുമോളുടെ പുറകെ വന്നാ ഞങ്ങൾ അവനെ വെച്ചേക്കില്ല. ക്ഷമിക്കാവുന്നതിന്റെ മാക്സിമം ഞങ്ങൾ ക്ഷമിച്ചു. ഇനി വന്നാ അവന്റെ കാര്യം തീരുമാനമാവും. ആരും തല്ലാനോ കൊല്ലാനോ ഒന്നും പോകണ്ട. ബാലേട്ട,
എനിക്ക് അവന്റെ കാര്യത്തിൽ നല്ല പേടിയുണ്ട്. ദിവസവും നമ്മൾ എന്തൊക്കെയാ പത്രത്തിൽ വായിക്കുന്നത്. അവനാണെങ്കിലേ ഒറ്റ ബുദ്ധിയാ. അനിക്കുട്ടിയെ ഏതെങ്കിലും തരത്തിൽ അവൻ ഉപദ്രവിച്ചാലോ? ഗോമതി, താൻ സമാധാനപ്പെട്. എല്ലാത്തിനും ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എന്ത് വഴി അച്ഛാ? മോളെ, നാളെ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. എവിടെയാ അച്ഛാ? അല്ല ബാലേട്ടാ, എങ്ങോട്ടാ? മിത്രേ, നാളെ അച്ഛൻ അമ്മയും അനുശ്രയും കൂട്ടി എങ്ങോട്ടോ പോവല്ലേ? അതെവിടെയായിരിക്കും? ഒരു ഐഡിയയും കിട്ടുന്നില്ല. നാളെ കൂടെ ചെല്ലണമെന്ന് അമ്മയോടും അനുശ്രയോടും പറയുമ്പോഴേ അച്ഛൻ്റെ മുഖത്തൊരു പിരിമുറുക്കുണ്ടായിരുന്നു. ഇനി കൃഷ്ണമംഗലത്തെങ്ങാനും ചോദിക്കാൻ പോവാണോ? അനുശ്രയെ കോളേജിൽ ചേർക്കാൻ പോകുന്നതായിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു വലിയ മഴ പെയ്ത് തോർന്നു. ഓ സത്യം, ഈ ദൈവമംഗലത്തിന്റെ മുകളിൽ നിന്ന് ഒരു കാർമേഘം അങ്ങ് ഒഴിഞ്ഞു മാറിയതുപോലെ. മാമന്റെ ഭാഗത്താണ് സത്യമെന്ന് എനിക്ക് ഉറപ്പാണ്. മാമൻ ഒരിക്കലും ആ പണം എടുത്തിട്ടുണ്ടാവില്ല. അത് തെളിയിക്കണം. ഗോമതി സ്റ്റോറിലെ യഥാർത്ഥ കള്ളൻ ആരാണെന്ന് അറിയണം. ആനന്ദേട്ടാ, ആനന്ദേട്ടൻ കിടക്കുന്നില്ലേ? ഇല്ല, ഫർണിച്ചർ ഷോപ്പിലെ കുറച്ച് കണക്കെഴുതാനുണ്ട്, അതൊന്ന് തീർന്നോട്ടെ. താൻ കിടന്നു. എന്താ? ഒന്നുമില്ല. അങ്ങനെയല്ലല്ലോ, എന്തോ ഉണ്ട്. എന്താന്ന് വെച്ചാ പറ. അത് ഞാനത് പറഞ്ഞാൽ ചിലപ്പോ ആനന്ദേട്ടൻ ദേഷ്യപ്പെടും. ഇല്ല, ഞാൻ ദേഷ്യപ്പെടില്ല. താൻ പറ. എത്ര നാളുകൾക്ക് ശേഷാന്നറിയോ ആനന്ദേട്ടൻ എന്നോടിങ്ങനെ സമാധാനമായിട്ട് സംസാരിക്കുന്നു. സത്യം പറഞ്ഞ ഈ മുറിയിലേക്ക് എപ്പോ വരുമ്പോഴും എനിക്ക് പേടിയായിരുന്നു. നമ്മൾ രണ്ടുപേരും മാത്രമാവുമ്പോ ഞാൻ എന്തേലും ചോദിച്ചാ അതിന് ആനന്ദേട്ടൻ എങ്ങനെ പ്രതികരിക്കുമെന്നും എനിക്കറിയില്ലായിരുന്നു. ഏതൊരു വേദനയാണെങ്കിലും കുറെ കഴിയുമ്പോ അതിനൊരു ശമനം ഉണ്ടാവുമല്ലോ, അല്ലേ? ഈ ഉള്ളിക്കിടക്കുന്ന സങ്കടവും ദേഷ്യമൊക്കെ കാലം കഴിയുമ്പോൾ കുറച്ചൊക്കെ അതങ്ങ് മാറും. ഇനിയിപ്പോ എനിക്കും അങ്ങനെയൊക്കെ തോന്നി തുടങ്ങി. പിന്നെ ഇത്രയും നാളും ഞാൻ തന്നോട് ദേഷ്യപ്പെട്ടതും തന്നെ കുറ്റപ്പെടുത്തിയതും ഈ വേദനിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞതും അതൊക്കെ ദേവി, ഞാനെൻ്റെ സങ്കടം അങ്ങനെയൊക്കെ ആയിരുന്നു പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നേ. താൻ തെറ്റ് ചെയ്തോ, തൻ്റെ ഭാഗത്ത് ശരിയുണ്ടോ,
നമ്മുടെ കുഞ്ഞിനെ താൻ ശരിക്കും ശ്രദ്ധിച്ചില്ലേ? സത്യത്തിൽ ഞാൻ അതൊന്നും ആലോചിച്ചില്ല. തന്നെ വഴക്ക് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഈ വേദനയ്ക്ക് കുറച്ച് ആശ്വാസം കിട്ടുന്ന പോലെ എനിക്ക് തോന്നി. എനിക്കറിയാം. നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നോട് വെറുപ്പും ദേഷ്യം തോന്നുമായിരുന്നു. നിനക്കെന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ടോ ദേവി? അത് നമ്മുടെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടപ്പോ ആനന്ദേട്ടൻ എനിക്കൊരു താങ്ങാവൂന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ പെട്ടെന്നാ ആനന്ദേട്ടൻ എന്നിൽ നിന്നകുന്നത്. എന്നെ കുറ്റപ്പെടുത്താൻ മാത്രം തുടങ്ങിയപ്പോ തകർന്നു പോയി. ഞാൻ ശരിക്കും തകർന്നു പോയി. പക്ഷെ ഒരു കാര്യം എനിക്കറിയായിരുന്നു. ആനന്ദേട്ടൻ എന്നോട് കാണിക്കുന്ന ദേഷ്യമല്ല, അത് ആനന്ദേട്ടന്റെ ഉള്ളിലുള്ള സങ്കടമാണെന്ന്. ഉള്ളിലെ സങ്കടവും ദേഷ്യമൊക്കെ ആനന്ദേട്ടൻ ഇങ്ങനെ പുറത്ത് കാണിക്കുന്നതെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാവും ഏട്ടനെന്നെ എത്രയൊക്കെ കുറ്റപ്പെടുത്തിയാലും ഏട്ടനോട് എനിക്ക് ദേഷ്യമൊന്നും തോന്നാതിരുന്ന. ദേവി, ഞാനിപ്പോ പതിയെ മാറിക്കൊണ്ടിരിക്കുക. കുറച്ചു ദിവസം കൂടി നീ എനിക്ക് സമയം തരണം. ഞാൻ പൂർണ്ണമായും മാറുമെന്ന എന്റെ വിശ്വാസം. അതെ, ഇത്രയെങ്കിലും എന്റെ ആനന്ദേട്ടൻ എന്നോട് സ്നേഹത്തോടെ സംസാരിച്ചുല്ലോ. എനിക്കത് മതി. എന്ന് താമസിക്കണ്ട, കിടന്നോ. ഞാൻ ഈ കണക്കുകളൊക്കെ എഴുതി തീർത്തിട്ട് കിടന്നോളാം. ഗുഡ് നൈറ്റ്. ഞാൻ ക്ഷമിച്ചെന്നാണോ നീ കരുതിയേ? എൻ്റെ കുഞ്ഞിനെ എനിക്ക് നീ നഷ്ടപ്പെടുത്തിയത് ഞാൻ മറന്നെന്നാണോ നീ കരുതിയേ? സ്റ്റോറിലെ പണം മോഷ്ടിച്ചത് നീയാണെന്ന് എനിക്കറിയാം. നീ ആ പണം മോഷ്ടിച്ചിട്ട് പാവം മാമനെ കള്ളനാക്കി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കി. എടി മിടുക്കി, നിനക്ക് ഞാൻ അവിടെ ഒരു കെണി വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും നീ അതിൽ വന്ന് വീഴും. അന്ന് നിന്റെ കാര്യം തീരുമാനാവും. അതുവരെ നിന്റെ മുമ്പിൽ ഞാൻ മനോഹരമായി അഭിനയിക്കും. ഒരുപാട് ദിവസമൊന്നും വേണ്ടി വരില്ല. 1 or 2 ദിവസം അത്രേ മതി. നീ ആ കെണിയിൽ വീഴും. എന്താ ആനന്ദേട്ടാ? അല്ല, എന്തോ പറഞ്ഞ പോലെ തോന്നിയായിരുന്നു. ഹേയ്, ഒന്നുമില്ല. നിനക്ക് തോന്നിയതാ.
ബാലേട്ട, നമ്മൾ എങ്ങോട്ടേ പോകുന്നേ? ഒന്ന് പറ ബാലേട്ട. അച്ഛാ പ്ലീസ് ഒന്ന് ടെൻഷൻ ആക്കാതെ പറ. കാര്യങ്ങൾക്കൊക്കെ ഒരു ഉറപ്പ് വരുത്താനാ നമ്മളൊരു സ്ഥലം വരെ പോകുന്നത്. അതെ, പക്ഷെ അത് എങ്ങോട്ടെന്നാ ചോദിച്ചേ? മോളെ എത്രയായി? 450. പോലീസ് സ്റ്റേഷൻ. അയ്യോ അമ്മ, പോലീസ് സ്റ്റേഷൻ. അല്ല, എന്തിനാ ബാലേട്ട നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വന്നത്? അലോകിനെതിരെ പരാതി കൊടുക്കാൻ. പരാതിയൊന്നും വേണ്ടച്ചാ, എല്ലാം കഴിഞ്ഞില്ലേ? മോളെ, അവനെ വിശ്വസിക്കാൻ പറ്റില്ല. ദുഷ്ടനവൻ. നീ തിരികെ വന്നതോടെ അവന്റെ മനസ്സിൽ പക എരിയുകയായിരിക്കും. അടുത്ത നീക്കങ്ങൾ അവൻ പ്ലാൻ ചെയ്തു തുടങ്ങും. ഇനിയൊരവസരം കൂടി കൊടുക്കാൻ പാടില്ല. അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ജയിലിൽ അടയ്ക്കണം അവനെ. ബാലേട്ട, അതായിരിക്കും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്തു പ്രശ്നം? എല്ലാം ചെയ്തു വെച്ചിട്ട് അവൻ ഇനിയും പ്രശ്നം ഉണ്ടാക്കുന്നു. എന്റെ മക്കളുടെ ദേഹത്ത് ഒരു പൊടി വീണാ പോലും ഈ ബാലൻ അത് സഹിക്കില്ല. പിന്നല്ലേ ഒരു ജീവിതം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച അവനെ അങ്ങ് വെറുതെ വിടുന്നത്. മോളെ, നീ പേടിക്കണ്ട. അച്ഛൻ കൂടെയുണ്ട്. അച്ഛാ, എന്നാലും അച്യുതനങ്ങളിലും അനന്തനങ്ങളിലും ദേഷ്യം കൂടും. രാജശ്രീ ആന്റിക്കൊന്നും സഹിക്കാൻ പറ്റില്ല. നമ്മൾ സഹിച്ചതിനപ്പുറമല്ലല്ലോ ഇതൊന്നും. മോളെ, ക്രിമിനലുകളെ ശിക്ഷിക്കുക തന്നെ വേണം. നമ്മളിപ്പോൾ കണ്ണടച്ച അവനും അവനെ പോലുള്ളവർക്കും കുറ്റം ചെയ്യാനുള്ള ആവേശം കൂടുകയുള്ളൂ. നമ്മൾ വെറും ഭീരുക്കളാണെന്നും കരുതും. അതിനൊരവസരം ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ ആരെയും വഞ്ചിച്ചിട്ടോ ചതിച്ചിട്ടോ ഇല്ല. അതുപോലെ നമ്മളെ ആരും ചതിക്കാൻ അനുവദിക്കാനും പാടില്ല. ഇന്നലെ ഞാൻ തന്നെ അവനെ ശിക്ഷിക്കേണ്ടതായിരുന്നു. അത് നടന്നില്ല. ബാക്കി ഇനി പോലീസ് നോക്കട്ടെ. മോളെ, ഈ അച്ഛനുണ്ട്. മതി, മോളെ കൂട്ടി അകത്തേക്ക് വാ. മോളെ, നമസ്കാരം സർ. നമസ്കാരം സർ, ഞാനൊരു പരാതിയായിട്ട് വന്നതാ. ഇരിക്കും. എന്തായിരുന്നു പ്രശ്നം? സർ, ഇതെന്റെ മോള് അനുശ്രീ. അവളെ ഒരു ദുഷ്ടൻ ചതിപ്പെടുത്തി. ഞങ്ങൾക്ക് നീതി കിട്ടണം സർ. നിയമത്തിൽ വിശ്വസിക്കുന്നവനാ ഞാൻ. പരാതി എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും ഗുരുതരമായ സംഭവങ്ങൾ നടന്നിട്ടും ഇതുവരെ എന്താ റിപ്പോർട്ട് ചെയ്യായിരുന്നത്? ഞങ്ങൾക്ക് പേടിയായിരുന്നു സർ. പെൺകുട്ടിയല്ലേ, ഭാവി നോക്കണ്ടേ സർ? പെൺകുട്ടികളുടെ നല്ല ഭാവി നോക്കണമെന്നുള്ള മാതാപിതാക്കൾ ഒരു കുറ്റകൃത്യം കണ്ടാൽ ഉടൻ റിപ്പോർട്ട് ചെയ്യണം. അല്ലാതെ നാളെ എന്ത് സംഭവിക്കുമെന്ന് പേടിച്ചിരുന്ന ജീവിതാവസാനം വരെ പേടിച്ചിരിക്കാനേ കഴിയുള്ളൂ. മോള് നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ? ഒരു കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഈ രീതിയാണോ ചെയ്യേണ്ടത്? അവനെ ജയിലിൽ അടയ്ക്കാൻ പോലീസിനെ സഹായിക്കുകയായിരുന്നില്ലേ വേണ്ടത്? മനസ്സിലാക്കുന്നു സർ. നിങ്ങളെപ്പോലുള്ളവരാ കുറ്റവാളികൾക്ക് വളം വെച്ചു കൊടുക്കുന്നത്. എന്തായാലും ബാലൻ പരാതിയുമായി വന്നല്ലോ, നല്ല കാര്യം. അനുശ്രീയും ഗോമതിയും കൂടി ഒരു പരാതി കൊടുക്കണം. നമുക്കവനെ പൂട്ടാന്നേ. എന്ന് വെച്ചാ അറസ്റ്റ് ചെയ്യാമെന്ന്. അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാമെന്ന്. അയ്യോ, അത് വേണ്ട സർ. ശരി, നിങ്ങൾക്ക് വേണ്ട, എനിക്ക് വേണ്ട. പിന്നെന്തിനാ പരാതിയായിട്ട് വന്നത്? സർ, ഗോമതി പേടിച്ചിട്ടാ പറയുന്നേ. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം അനാവശ്യമായുള്ള പേടി കളയും.
കുറച്ച് ധൈര്യം സംഭരിക്ക്. ദാ നിങ്ങളുടെ ഭർത്താവ് ശക്തിയോടെ കൂടെ നിൽക്കുകയല്ലേ, പിന്നെന്തിനാ പതറി നിൽക്കുന്നേ? അറസ്റ്റ് ചെയ്യണ്ടെന്നല്ല, അറസ്റ്റ് ചെയ്ത് ഇടിയും കൊടുക്കണമെന്ന് വേണം പറയാം. സർ, അവനെ അറസ്റ്റ് ചെയ്യണം സർ. നിങ്ങളുടെ വീട്ടിൽ കടന്നു കയറിയവനല്ലേ, നിങ്ങളുടെ മരുമകളുടെ അബോർഷന് കാരണവനല്ലേ. അങ്ങനെയുള്ളവനെ അറസ്റ്റ് ചെയ്യണ്ടെന്നാണോ പറയുന്നത്? ഞാൻ പറഞ്ഞത് പിൻവലിക്കുന്നു സർ. അവനെ അറസ്റ്റ് ചെയ്യണം. അങ്ങനെ പറയണം. പെണ്ണുങ്ങളോട് അതിക്രമം കാണിക്കൽ, കുട്ടികളെ ലഹരിക്ക് അടിമയാക്കൽ, ഇങ്ങനെയുള്ള എല്ലാരെയും പൊക്കണം. നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും വേണം, ജയിലിൽ അടയ്ക്കുകയും വേണം. കുറെ പേരകത്തായ പുറത്തുള്ള കുറ്റവാളികൾക്ക് പേടി തുടങ്ങും. അവരടങ്ങിക്കോളും. സർ, ഇവരുടെ ഇന്ന് വിശദമായി പരാതി എഴുതി വാങ്ങാം. ശരി സർ, വന്നോളൂ. താങ്ക് യു സർ. ചെല്ലു. വാ. വാ. സാറേ, ഞാൻ പറയണോ സാറേ? സാറേ, അയ്യോ അയ്യോ സാറേ, ഇടിക്കലേ സാറേ, അയ്യോ അയ്യോ സാറേ, ഇടിക്കലേ സാറേ. കണ്ണു കുടിച്ച് ആരെങ്കിലും ഇടിക്കണമെങ്കിലേ വല്ല പാറയെ മരത്തിനെ പോയി ഇടിക്കണ. പാര ഇടിച്ചാണ് നിന്റെ ആടത്തം കാണിക്കുന്നത്. അയ്യോ സാറേ, ഇടിക്കലേ സാറേ, അയ്യോ 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 ഓ ഓ അയ്യോ അയ്യോ സാറേ, ഇടിക്കലേ, അയ്യോ. സാറേ, എന്താ കാര്യം? കണ്ടില്ലേ ഭാര്യയുടെ മുഖം ഇടിച്ച് ചതച്ചു വെച്ചിരിക്കുന്നത്. ഇവനൊക്കെ വെറുതെ വിടണമെന്നാണോ? അയ്യോ അയ്യോ ഇടിക്കലേ സാറേ. ഞാനൊരു കാര്യം പറയട്ടെ. സാറേ, അയാളെ ഉപദ്രവിക്കില്ലേ സാറേ? നിങ്ങളെ പോലുള്ളവരാ ഇവനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത്. പ്രതികളെ പോലീസ് ഇടിക്കുന്നത് കണ്ടില്ലേ? അലോകനെ ഇതുപോലെ ഇടിക്കും. വേണ്ട ബാലേട്ട. എടോ, ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ ഗോമതി? അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആ സ്ത്രീയുടെ സ്ഥാനത്ത് നമ്മുടെ മകളാണെന്ന് നീ ചിന്തിക്കേ. ബാക്കി നീ തന്നെ തീരുമാനിക്കും. അച്ഛനുള്ളതാ എന്റെ ധൈര്യം. അങ്ങനെ പറ മോളെ. ദേ, അപ്പൊ പരാതി എഴുതാലോ.